അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള്ള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടഹാസ നായകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിൽ ഒരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെ പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി. എപ്പോഴെങ്കിലും ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ല. ചെറുപ്പം തൊട്ടുള്ള പരിചയം, അത്ര തന്നെ. എന്തോ ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം. അതോ മൂപ്പര് സംഗീതം കുഴിച്ചുമൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചുമൂടി വാഴ നട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടിയുടെ ടൈം. അവിടെ നിക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്. ഇളിക്കണ്ട. സൗന്ദര്യ മത്സരത്തിന് പോസ് ചെയ്തൊന്നുമല്ല ഞാൻ. പ്രതിശ്രുതവരനെ കാണാൻ വേണ്ടിട്ടല്ലേ അവൻ കണ്ട് സായുജടേട്ടറി. ദേ, എന്റെ ഒന്ന് മേടിക്കും. പറഞ്ഞു പറഞ്ഞ് കളി കാര്യാവുക. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ? കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടം മേടിക്കാനും മാത്രം മതിയോ ഞാൻ? അതിൻ്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ? അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ? എന്നോട് പോണ്ടാന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? പോവാതിരിക്കാൻ നിനക്ക് പറ്റോ? നിന്നെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നവനാ ഞാൻ. നിന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ണാടി കാണുന്ന പോലെ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അത് വേണ്ട ജെന്നി. അറിഞ്ഞോ അറിയാതെയോ മനസ്സിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മോഹം കൊണ്ടു നടക്കണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ നടക്കില്ല. എനിക്ക് നടക്കില്ല. വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ തോളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളുള്ളതാ. വേണ്ട, സ്വപ്നങ്ങളൊന്നും കാണാതെ നടക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നീയും അങ്ങനെ തന്നെ മതി. നിന്റെ സാറാൻ്റെ പണ്ട് ചെയ്തതും എൻ്റെ അച്ഛൻ പണ്ട് ചെയ്തതും നീയും ഞാനും ആവർത്തിച്ചൂടാ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടനാണെന്ന്
ചിലപ്പോൾ നീ എന്നെ പറ്റി കരുതുണ്ടാവും. പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും. പോട്ടെ. ഹാ, ബില്ല് കൊടുത്തിട്ട് പോടി. എൻ്റെ കയ്യിലില്ല. അയ്യോ ദേ, നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ? ദേ, നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്ത് വരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് താങ്ക് യു. ഹായ് ഗിറി അപ്പൂപ്പ. അല്ല, ഗിറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ 5 അംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ 5 അംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? താൻ മിണ്ടരുത്. കണ്ണ് കാണിച്ചും പാട്ട് കൽപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡാറ്ററെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ, സമ്മതിക്കില്ല ഞാൻ. മനുഷ്യരിവിടെ ഭ്രാന്ത് പിടിച്ചടക്കപ്പെടാ അവന്റെ അമ്മ ചെസ്റ്റ് കളി. കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. അവൻ ആരാണെന്ന വിചാരം? ദീർഘറിയ ശരിക്ക് അറിയില്ല. സ്കൗട്ടുന്നത് എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചാൽ അവന്റെ തന്തയെ വെറുതെ വിട്ടതുപോലെ ഇത്തവണ ഞാൻ വിടില്ല. വേണ്ടി വന്നാൽ കുത്തിക്കൊന്ന് തേടി പോയി കിടക്കും ഞാൻ. അവളെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞേക്ക് പൊന്നാര മോളോട്. എല്ലാത്തിനെയും കൊന്ന് ഞാനും ചാവും. എന്തായി? വക്കീലിനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടി. എന്താ അദ്ദേഹം പറഞ്ഞേ? ഉടനെ തിരിച്ചു പോകാൻ പറ്റുമോ? അത് എത്ര ദിവസം കരുതിയ ജയിലിലിട്ട പോലെ ഇങ്ങനെ കഴിയാ? കുറച്ച് ദിവസം കൂടി സൂക്ഷിക്കണം. സ്വത്തിന് മാത്രമല്ല, ജീവനും കൂടി ഭീഷണിയുള്ള സമയമാ. കേസ് വിളിച്ചാൽ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ ശർമാജി പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവിടെ തന്നെ കഴിയണം. മാഡം, ഞാൻ ഇറങ്ങാം. നാളെ കാണാം. കുറച്ച് നാളുകൂടി ഇവിടെ തങ്ങേണ്ടി വന്നാൽ ഇപ്പം തന്നെ ഹോട്ടൽ ബില്ല് നല്ലൊരു തുക പെൻഡിങ്ങാ. ഒരു കാര്യം പറഞ്ഞാൽ മാഡത്തിന് വിഷമം തോന്നരുത്. തൃപ്പൂണിത്തുറയിൽ മാഡത്തിൻ്റെ പഴയ ബന്ധുക്കളാരോ ഇല്ലേ ഇല്ലത്ത്? തൽക്കാലം രണ്ടാൾക്കും അവിടെ താമസിച്ചുകൂടെ? അവിടെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. മുമ്പ് വല്ലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ മനസ്സിലിപ്പോഴും ആരാദേവി വലിയ കോടീശ്വരിയാ. ഈ അവസ്ഥയിൽ അവിടെ ചെന്ന് അവർക്കൊരു ഭാരമാവുന്നത് വേണ്ട. തൽക്കാലം നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാറാം അമ്മ. ബോംബെയിലല്ലാത്തോണ്ട് പെട്ടെന്നാരും അറിയേയില്ല. തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ് മേനോനല്ല, കൊറിയർ മേനോൻ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം. ഇന്ന് ചാർജ് എടുത്തുള്ളൂ. നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പയ്യേട്ടാ. നീ ഇരിക്കേ പറയട്ടെ. ഇരിക്കാനും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടുന്നു. അപ്പോഴാ നിന്നെ എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ.
അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗ്ഗബോധമില്ലാത്ത മൂരാച്ചികൾ സമരചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമരപ്പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണോ 1-2 പരിസ്ഥിതി മലിനാവൂട്ടോ. തിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും കുത്തുന്ന ഒരുത്തനം വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറ നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്താൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടുരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച കൊതുക് ഊറ്റിയെടുക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല. സഖാവേ ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10 10,000 രണ്ടു നന്ന പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ. വരൂ, കയറിയിരിക്കൂ. ഇല്ല, ഒരു കൊറിയർ ഉണ്ട് അമ്മയ്ക്കാ. സംശയിക്കണ്ട, പുതിയ ജോലിയാ. പല പല വേഷം കെട്ടലുകളില് ഏറ്റവും പുതിയത്. അമ്മയുടെ കൊറിയർ വരാണ്ടെന്ന് പറഞ്ഞ് ഇത്ര നേരം കാത്തിരുന്നു. കാണാണ്ടായപ്പോ മാത്തനങ്ങളിലും കുട്ടി ആ ഹോട്ടലിൽ അന്വേഷിച്ചു പോയിരിക്കുക. ഹോട്ടൽ അഡ്രസ്സിലാ വന്നത്. അവരെ ഈ അഡ്രസ് തന്നെ. വാടക വീടല്ലേ? എന്നിങ്ങോട്ട് മാറി. ഇന്നലെ. കയറിയിരിക്കി, അമ്മ ഇപ്പൊ വരും. ഇല്ല, ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പോവാ. ഒരു 5 മിനിറ്റ്, ഞാൻ ചായ എടുക്കാം. ആദ്യമായിട്ട് വന്നതല്ലേ, പാലുണ്ടാവില്ല. കുടിക്കുമെങ്കിൽ കട്ടൻ എടുക്കാം. വേണ്ട, കട്ടൻ കുടിക്കാത്തോണ്ടല്ല, കട്ടൻ തന്നെ പതിവ്. പക്ഷെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണില്ല. അമ്മ വരുമ്പോ പറയും, ദാ ഇത് ഒപ്പിട്ടുള്ളൂ. ദാ അവിടെ. അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. നമുക്ക് പോലും വിഷമം തോന്നണ ചുറ്റുപാടാ. അസംഗോയെ, പോയിട്ട് നാളെ വാ, ഞാനിത് നോക്കി വെക്കാം. ശരി. ആ, ബോംബെയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അന്ന് അവരുടെ സംസാരത്തിന് എനിക്ക് തോന്നി. എന്താ ഏതാ ചോദിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് ഞാനും കരുതി. ആൾക്കാരാകട്ടെ തകിടം മറിക്കാൻ മുകളിലിരിക്കുന്ന ആൾക്കൊരു സെക്കൻഡ് മതിയില്ല. ആ, നിന്റെ ഇന്നത്തെ ഏർപ്പാടൊക്കെ തീർന്നാ? തീർന്നു. ഹാ, എന്തൊരു പോക്കാത്. ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ചു ദിവസമായിട്ട് തുടങ്ങിയത് ഓൾഡ് മാന് വട്ട്. ഇങ്ങോട്ട് കയറി നിറഞ്ഞാൽ അത് മതി. ഇന്ന് ഗിരിഗറിക്ക് ഇളകിയ വെളിച്ചപ്പാടന്മാരൊക്കെ കഷ്ട. വോൾട്ടറങ്ങളുടെ കടയിരിപ്പുണ്ട്. ഇത് എത്ര ഇഞ്ച് നീളം വരും? ഇതൊരു 1 അടിക്ക് മേലെ വരും. ഇതൊരാളുടെ പള്ളെ കയറ്റിയ ഇതിന്റെ മറ്റേറ്റപ്പുറത്ത് വരുമോ? അത് ആളിന്റെ സൈസ് പോലെ ഇരിക്കും. ഓ, അപ്പൊ ഗിർഗിറിക്ക് ഇത് പറ്റില്ല. ആൾക്ക് ഭയങ്കര വയറാ. ഞാൻ പോവാ. ആ, ഞാൻ കുട്ടിയെ അന്വേഷിച്ച ഹോട്ടലിൽ പോയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോന്നു പറഞ്ഞു. അന്ന് ഹോട്ടൽ ബിൽ സെറ്റിൽ ചെയ്തപ്പോൾ പണം തികഞ്ഞില്ല. ഒരു 7400 രൂപ ബാക്കി വന്നു. മാഡം ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇന്ന് GMൻ്റെ മുഖത്തിരി ഒന്ന് കടത്തു. ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. കുട്ടിയും കൂടെ ഒന്ന് ജീവനോട് പറയണം. ഞാൻ പറഞ്ഞയാൾ കേൾക്കോന്നറിയില്ല. വല്ലാത്ത മുഷിടനാ. എന്നാലും പറഞ്ഞു നോക്കാം. മാഡത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുക. കടം വാങ്ങിച്ച് ശീലമില്ല അവർക്ക്. എന്താ അവരുടെ പ്രശ്നം ഇത്ര പെട്ടെന്നിങ്ങനെ? പെട്ടെന്നുണ്ടായതല്ല, മാഡത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ച അന്ന് തുടങ്ങിയതാ. അങ്ങയുടെ ആദ്യ ഭാര്യയിലെ മക്കളുടെ ഉപദ്രവം. അവർക്കുള്ളതൊക്കെ ആവശ്യത്തിന് എഴുതി വെച്ചിട്ടാണ് സാറ് മരിച്ചത്. അതും പോരാഞ്ഞ് മാഡത്തിൻ്റെ സ്വന്തം സേവിങ്സും ചതിയിൽ അവർ കയ്യിലാക്കി. സത്യം പറഞ്ഞാൽ ജീവൻ പേടിച്ചോടിപ്പോന്നതാ. ഒക്കെ വൈകാതെ ശരിയാവുമെന്ന് കരുതിയ ഇത്രയും കാലം ഹോട്ടലിൽ താമസിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചെടുത്തുനിന്നൊന്നും സഹായം കിട്ടിയില്ല. കേസ് നടക്കുന്നുണ്ട്. ഒക്കെ കലങ്ങിത്തെളിയെന്ന് കരുതുക. മാഡത്തിൻ്റെ കൂടെ ഞാൻ ഒത്തിരി കാലമായിട്ടുള്ളതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അച്ഛൻ്റെ മരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗസ് കീപ്പിംഗ്. അതെ, അവരുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ക്യാഷ് ലാലപ്പൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഏ, ആണോ?
ആണോ? ആ റെസീറ്റ് നിന്റെ തരാൻ പറഞ്ഞിട്ടുണ്ട് ലാലപ്പനോട്, അത് അവർക്ക് കൊടുത്തേക്ക്. പെട്ടെന്ന് എവിടുന്നാ ഇത്ര ഒപ്പിച്ചത്? വർഗീസിന്റെ ബ്ലേഡോ അതോ ഗോപാല മുതലാളിയുടെ കത്തിയോ? പലിശ കയറി ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? ആ അതൊക്കെ അങ്ങനെ കിടക്കും, സാരല്ല. തൽക്കാലം അവരുടെ കാര്യം ശരിയായല്ലോ, അല്ലെങ്കിൽ നാണക്കേടല്ലേ അവർക്ക്. ഇയാളെ എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഇത്ര നേരം സംസാരിച്ചിട്ട് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സച്ചിയാ, നിന്റെ മുമ്പിൽ എച്ചി. ഫോൺ വെച്ചിട്ട് പോയി പണി നോക്കണേ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ അവളുടെ ഇതിന്റെ 1.25 രൂപ നമ്മുടെ ആ ജെനീഫർ തരൂ കേട്ടോ. ആ ജ്യോതക്കുട്ടി അവൾക്കാ വിളിച്ചതേ, കിട്ടിയാ വാങ്ങിച്ചോ? ശരിക്കും പറഞ്ഞ സിനിമയിലോ സീരിയലിലോ ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റൈലൻ പ്രേമം തുടങ്ങാനുള്ള കറക്റ്റ് സിറ്റുവേഷൻ ഇപ്പോ. കണ്ടുമുട്ടിയുടനെ നായകനും നായികയും തമ്മിൽ മൊട്ടനൊടക്ക്. അടിച്ചു പൊളിച്ച് നടന്നിരുന്ന നായികയ്ക്ക് സാമ്പത്തികമായ അല്പ ക്ഷീണം പറ്റുന്നു. ഉടനെ കാശിന് വകയില്ലാത്ത നായകൻ തന്റെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവളുടെ കടങ്ങൾ വീട്ടുന്നു. ഹീറോയിന് ഹീറോയോട് അറിയാതൊരു ആരാധന തോന്നുന്നു. പിന്നെ ഡ്യുവറ്റ്, ഗ്രൂപ്പ് ഡാൻസ്. ഒടുവിൽ നായകനെ പണ്ട് മുതലേ സ്നേഹിച്ചിരുന്ന മറ്റൊരു നായിക രംഗപ്രവേശം ചെയ്യുന്നു. അതോടെ 2 നായികമാർക്കിടയിൽ കിടന്ന് നായകൻ വീർപ്പുമുട്ടുന്നു. പിന്നെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി. പണ്ടു മുതലുള്ള നായിക ചില പ്രത്യേക സാഹചര്യങ്ങളാൽ രംഗപ്രവേശം ചെയ്യുന്നില്ലെങ്കിലോ? എങ്കിൽ 2 നായികമാരെയും കിട്ടാതെ നായകൻ കെട്ടിത്തൂങ്ങി ചാവട്ടെ. ചില സമയത്ത് താനൊരു ബുദ്ധൂസ. നോക്കി, ഈ റൊമാൻസും തേങ്ങാപ്പിണ്ണാക്കും ഒന്നും ഇപ്പൊ എന്റെ തലയിൽ കേറില്ല. സകല ലക്ഷറിയോടെയും ജീവിച്ചിരുന്ന ഒരു അമ്മയും മോളും ഇപ്പൊ കാലുകുത്താനുള്ള മണ്ണ് വരെ നഷ്ടപ്പെട്ട് ലൈഫിനെ നോക്കി പകച്ചു നിൽക്കുക. ആ ഒരു റിയാലിറ്റിയെ പറ്റി ഓർത്തിട്ടുണ്ടോ താൻ? ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ജോലിയാ. പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ജെന്നി വിചാരിച്ചാ എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? എവിടെയെങ്കിലും എന്ത് ജോലിയായാലും. സി ജെന്നിഫർ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പോരാത്തതിന് ഇവർ കുറച്ചാണ് നമ്മുടെ ഗസ്റ്റ് കൂടി ആയിരുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഐ ആം റിയലി ഹെൽപ്ലെസ്. സർ ഷീസ് എഡ്യൂക്കേറ്റഡ്, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അക്കൗണ്ട് സെക്ഷനിലോ ഫ്രണ്ട് ഓഫീസിലോ എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് ഒരു പോസ്റ്റിംഗ് സർ വിചാരിച്ചാൽ നടക്കും. പ്ലീസ്. യെസ് ഐ നോ, ബട്ട് നൗ ഷീ വോണ്ട്സ് ടു ബി എൻഗേജ്ഡ്. അതാ പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഏണിംഗ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ വലിയ ഹെൽപ്പാവും. സർ പ്ലീസ്. സി ഐ ആം സോറി, ഫ്രണ്ട് ഓഫീസിലും അക്കൗണ്ട്സിലും ഒന്നും നോ വേ. പിന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജെന്നിയുടെ സെക്ഷനിൽ ഐ മീൻ ഹൗസ് കീപ്പിംഗിൽ വേണമെങ്കിൽ നോക്കാം. ആ ഞാൻ സൂപ്പർവൈസറെ വിളിച്ച് പറയാം. ഓ ഒരൗദാര്യം. GM എന്ന് വെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന ഭാവം. ഹൗസ് കീപ്പിംഗിൽ ജോലി വലിയ ഉദ്യോഗമല്ലേ? റൂം വൃത്തിയാക്കുക, കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക, ബെഡ്ഷീറ്റ് വിരിക്കുക. ഈ ജോലിക്ക് ഇയാളുടെ ശുപാർശ വേണോ? സൂപ്പർവൈസറോട് എനിക്ക് നേരിട്ട് ചോദിച്ചാ പോരെ? ഏയ് എന്താ ഇത്? ഹൗസ് കീപ്പിംഗ് ജോലിക്ക് എന്താ കുഴപ്പം? ഹേയ് അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ അന്തസ്സിന് പറ്റിയ പണിയൊന്നും അല്ലത്. അത് വേണ്ട. എന്താ വേണ്ടാത്തെ? നീ ചെയ്യണ ജോലിയില്ലേ? നീ ചെയ്യണ ജോലി ഞാൻ ചെയ്താൽ എന്താ?